ഇന്ന് പറയാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെയും അതേപോലെ തന്നെ സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെയും ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാം ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെയും അതേപോലെ തന്നെ സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെയും ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അതായത് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവർക്കൊരു ഓഫീസിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ അക്കൗണ്ടൻ്റ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് ഒരു 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആകാം, അതേപോലെ തന്നെ സ്കിൽസ് എന്തെല്ലാം വേണം, ഒരു അക്കൗണ്ടൻറ്റിന് ഉണ്ടാകേണ്ട സ്കിൽസുകൾ എന്തെല്ലാം, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഒരു ഫേമിലെ എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ജൂനിയർ അക്കൗണ്ടൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ടാക്സുകളുടെ കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ GST ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ TDS ഉണ്ടായിരിക്കും, സർവീസ് ടാക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെയൊക്കെ എൻട്രീസിനെ കുറിച്ചിട്ട് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം. ഏതിനൊക്കെയാണ് ടാക്സ് എടുക്കുക, അതേപോലെ തന്നെ റിട്ടേൺ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിന് അക്കൗണ്ട്സിൻ്റെ ബേസിക്സുകളെല്ലാം തറോ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാനും അതേപോലെ തന്നെ ജേണലിലേക്ക് പോസ്റ്റ് ചെയ്യാനും എല്ലാം അറിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടാക്സുകളുടെ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. GST, അതേപോലെ തന്നെ TDS, സർവീസ് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ റിട്ടേൺ ഒക്കെ കൊടുക്കാനും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ പേറോളും അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ഫേമിലാകുമ്പോൾ അവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ സാലറി കൊടുക്കുന്ന സമയത്ത് അവരെയൊക്കെ കട്ട് ചെയ്യാനുള്ള സാലറികൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെല്ലാമാണ് കട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം നോക്കിയിട്ട് പേറോള് കറക്റ്റായിട്ട് കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു ഫേമിലാവുമ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ അത് അനലൈസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഓരോ വർഷവും എത്ര ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പെൻസുകളൊക്കെ കട്ട് ചെയ്യേണ്ട എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമല്ലേ പ്രോഫിറ്റ് കൂടുള്ളൂ. അതായത് എക്സ്പെൻസ് കൂടുന്നിടത്തോളം, അതായത് എക്സ്പെൻസുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യേണ്ട എക്സ്പെൻസുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൽ നടക്കുന്ന ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എല്ലാം ഡീൽ ചെയ്യാൻ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിന് അറിഞ്ഞിരിക്കണം. പിന്നെ ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ബാങ്കിൽ പോയിട്ട് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണെങ്കിൽ സീനിയർ അക്കൗണ്ടൻറ്റ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഡ്യൂട്ടീസാണ്. ഇനി പറയാൻ പോകുന്നത് സീനിയർ അക്കൗണ്ടൻറ്റ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നുള്ളതാണ്. സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് സൂപ്പർവിഷനാണ്. അതായത് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഉണ്ടായിരിക്കും താഴെ. അപ്പോൾ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മുകളിൽ ഒരു സൂപ്പർവിഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടൻറ്റ് ഗോൾഡൻ റൂളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ശരിയായ രീതിയിലാണോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ ഒരു ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പോളിസികൾ ഉണ്ടായിരിക്കും ഓരോ ഫേമിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതിൻ്റേതിലെല്ലാറ്റിനും ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരും. അപ്പോൾ അതും ഒരു സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഒരു സീനിയർ അക്കൗണ്ടൻറ്റിന് മിനിമം ഒരു 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ സീനിയർ അക്കൗണ്ടിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് കോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ കോമേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ അഡീഷണലായിട്ട് MBA കൂടി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. MBA ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും.
എനിക്ക് പറഞ്ഞാൽ സീനിയർ അക്കൗണ്ടന്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർവിഷൻ ചെയ്യാനുള്ള ഒരു ഇതാണ്. എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടും കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ ജൂനിയർ അക്കൗണ്ടന്റും അതേപോലെ തന്നെ സീനിയർ അക്കൗണ്ടന്റും ഒക്കെ ഉണ്ടായിരിക്കുക വലിയ വലിയ ഫേമുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ മാത്രമാണ് ഈ ഒരു കാറ്റഗറി അവിടെ മാത്രമാണ് ഈ 2 കാറ്റഗറികൾ ഉണ്ടായിരിക്കുള്ളൂ. സാധാരണ ഒരു ചെറിയ ഫേം ആകുമ്പോൾ അവിടെ ഈ 2 പോസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ കോമൺ ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ അക്കൗണ്ടന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ജൂനിയർ അക്കൗണ്ടന്റും ആയിരിക്കില്ല, സീനിയർ അക്കൗണ്ടന്റും ആയിരിക്കില്ല, കോമൺ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അയാൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയണം. അപ്പോൾ ടാക്സുകളുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.